റോയ് ഇത്ര അപ്സെറ്റ് ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. യെസ് ഡോക്ടർ, ഞാൻ എൻ്റെ ലക്ഷ്യത്തിൻ്റെ വിജയം അത് മാത്രമേ കണ്ടിരുന്നുള്ളൂ. അതിനെന്താ, ഡോക്ടർ റോയ് ഇപ്പൊ വിജയിക്കാൻ പോവുമല്ലേ? എനിക്ക് വിജയിക്കണ്ട ഡോക്ടർ മഹേഷ്. ഏയ്, എന്താ ഈ പറയുന്നത്? ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ജീവിതം അവതാളത്തിലാക്കിക്കൊണ്ട് എനിക്കങ്ങനെ വിജയിക്കണ്ട. സുധീന്ദ്രൻ എനിക്കിപ്പോൾ എൻ്റെ സഹോദരനെ പോലെയാണ്. അവൻ്റെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഈ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറുക. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? ഈ സിറ്റുവേഷനിൽ ഒരു അബോർഷൻ, ഇറ്റ് വിൽ കിൽ ഹിം. അതറിയാം ഡോക്ടർ. ഐ ഡോണ്ട് വാണ്ട് ടു അബോർട്ട്. ദെൻ വാട്ട് ഡു യു സജസ്റ്റ്? അവിടെയാണ് എനിക്ക് ഡോക്ടറുടെ സഹായം വേണ്ടത്. എന്ത് സഹായം? പറഞ്ഞോളൂ. ഇന്നിപ്പോൾ വന്ധ്യതാ ചികിത്സയിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡോക്ടർമാരിൽ ഒരാളാണ് ഡോക്ടർ മഹേഷ്. ഡോക്ടറുടെ പേഷ്യൻസിൽ ഒരിക്കലും കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ആരെങ്കിലും ഒരാളെ കണ്ടെത്തണം. അതിനൊരു പ്രയാസം ഉണ്ടാവില്ല. എങ്കിൽ സുധീന്ദ്രന്റെ പെരിറ്റോണിയൽ കാവിറ്റിയിലുള്ള പ്രഗ്നൻസി നമുക്ക് ആ സ്ത്രീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. Can it be done? Sure, we can do it. How? ഒരു ആർട്ടിഫിഷ്യൽ പൊക്കിൾ കൊടി വഴി പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ അമ്മയുടെ നാഭിയുമായി കണക്ട് ചെയ്യണം. I can't believe it. But who will do the surgery? അതിനായി മാത്രം ജനിച്ച ഒരാളുണ്ട്, ഡോക്ടർ രവിശങ്കർ. The Nobel Prize winner, Mr. Ravi Shankar? യെസ്, അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത മലയാളി. ഗൈനക്കോളജിക്കൽ റിസർച്ചിലും സർജറിയിലും ലോകത്തിന്റെ തന്നെ അഭിമാനം. അദ്ദേഹം നമ്മളെ എങ്ങനെ സഹായിക്കുമെന്ന? He was my colleague. He will love to do this. What a surprise. He's online. Hi, good evening. How are you? Fine. Where are you now? ഞാൻ നമ്മുടെ ഡോക്ടർ മഹേഷിന്റെ കൂടെ വെളിയില. നിന്റെ മെയിൽ ഞാൻ കണ്ടു. നിനക്ക് ആ പരീക്ഷണം കംപ്ലീറ്റ് ചെയ്തൂടെ? No. I want to quit that experiment. For that, I need your help. Then as you wish. I will be there on time. Thank you. No thanks. It's my obligation for medical science. Then I'll let you know the date and schedule later. Okay, Roy. Good night. Bye. Good night. Thank you. കാരിയറുടെ ഗർഭധാരണം മുതലുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഡോക്ടർ രവിശങ്കറിന് മെയിൽ ചെയ്യണം കേട്ടോ. സർ. സ്കാൻ റിപ്പോർട്ട് കൂടെ അപ്ലോഡ് ചെയ്തോളൂ. ഓക്കെ സർ. സർ, ഡോക്ടർ മഹേഷ് സാർ കൊടുത്തു വിട്ടതാ. ഒരു സന്തോഷ വാർത്ത പറയാനാണ് വിളിപ്പിച്ചത്. സുധിയെ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ ഒരു വഴി കണ്ടുപിടിച്ചു. ഈ പ്രഗ്നൻസി കുട്ടികൾ ഉണ്ടാവാത്ത മറ്റു സ്ത്രീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. സാറിന് പുണ്യം കിട്ടും സാറേ. നീയല്ലേ പറഞ്ഞത് കുറച്ചുകൂടെ മനുഷ്യത്വം വേണം ഡോക്ടർക്കെന്ന്. ഞാൻ മനുഷ്യനായതിനു ശേഷമാണ് ഡോക്ടർ ആയത്. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഈ പറയുന്നതൊക്കെ നടക്കും ഡോക്ടർ? എല്ലാം നടക്കും. കാരിയറുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. പെർഫെക്റ്റ് സെലക്ഷൻ. കാരിയറും ഡോണറും തമ്മിൽ നല്ല മാച്ച്. എന്താ, എന്തു പറ്റി? സർ, ഈ വിമല ഇവന്റെ സ്വന്തം സഹോദരിയാ. അപ്പോ സഹോദരിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാല് സോ വാട്ട്? സുധീന്ദ്രന്റെ വയറ്റിൽ വളരുന്ന ഭ്രൂണം ഒരു പുരുഷന്റെ ബീജവും മറ്റൊരു സ്ത്രീയുടെ അണ്ടവും സംയോജിപ്പിച്ചുണ്ടാക്കിയതാണ്. അത് സഹോദരിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല ഡോക്ടർ, ഇതെന്റെ വീട്ടുകാരൊക്കെ അറിയില്ലേ? സുധീന്ദ്ര, ഇത് നമ്മൾ 4 പേരും അല്ലാതെ മറ്റൊരാൾ അറിയാൻ പോകുന്നില്ല. എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു ഡോക്ടർ. നിനക്ക് എന്റെ കഴിവിൽ വിശ്വാസമുണ്ട്? മറ്റാരെക്കാളും ഡോക്ടർ എനിക്ക് വിശ്വാസ. പക്ഷേ എനിക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല ഡോക്ടർ. ഏട്ടാ, ഒരു സന്തോഷ വാർത്ത പറയാനാ ഞാൻ വിളിച്ചത്. അതെ, എനിക്കൊരു കുഞ്ഞിനെ കിട്ടാൻ പോവാ.
മഹേഷ് ഡോക്ടർ എന്നെയും ചേട്ടനെയും വിളിച്ച് കുറെ ടെസ്റ്റൊക്കെ നടത്തി. ഹലോ ഏട്ടാ, ഏട്ടാ, ഏട്ടനെന്തൊന്നും മിണ്ടാത്തെ? ആ, എനിക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് വിചാരിച്ചല്ല. എന്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടായിരിക്കുന്നു. അച്ഛന്റെ സ്ഥാനത്ത് ഏട്ടനേ ഉള്ളൂ. ഓപ്പറേഷന് മുമ്പ് ഏട്ടൻ ഇവിടെ എത്തണം, എന്റെ അരികിലുണ്ടാകണം. നീ സമാധാനായിട്ടിരിക്കെ, ഞാൻ നിന്റെ അടുത്തുണ്ടാവും. ഏട്ടാ, ഞാനിപ്പോ എന്തു ഭാഗ്യവതിയാ. എന്റെ വയറ്റിലൊരു കുഞ്ഞു പിറക്കാൻ പോവുക. ഈ ജീവൻ തന്നെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒടുവിൽ എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. ഏട്ടന് സന്തോഷമായല്ലോ. റോയ്, നമ്മുടെ സർജറി മുഴുവൻ റെക്കോർഡ് ചെയ്യണം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മെഡിക്കൽ ഹിസ്റ്ററി. ഈ ഫസ്റ്റ് കാരിയറും സെക്കൻഡ് കാരിയറും തമ്മിൽ ഇത്ര ഒരു പെർഫെക്റ്റ് മാച്ച് ആയ സ്ഥിതിക്ക് പിന്നെ മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? മഹേഷ്, നിങ്ങൾ അയച്ച റിപ്പോർട്ട് ഞാൻ കണ്ടു. വിമലയ്ക്ക് ചില ജനിതക വൈകല്യങ്ങളുണ്ട്. രണ്ടുപേരും ഒരേ ഗർഭപാത്രത്തിൽ പിറന്നവരാ. അതെ, പക്ഷേ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ട്രാൻസ്ഫർ നടന്നില്ലെങ്കിൽ ഫസ്റ്റ് കാരിയർക്കോ ഭ്രൂണത്തിനോ മരണം സംഭവിക്കാം. കാരിയറുടെ ഹെൽത്ത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. ആർട്ടിഫിഷ്യൽ പൊക്കിൽ കൂടി സെക്കൻഡ് കാരിയറുടെ നാഭിയുമായി ബന്ധിച്ച് കഴിഞ്ഞാൽ കേവലം 10 സെക്കൻഡിനുള്ളിൽ ഭ്രൂണത്തിൽ നിന്നുള്ള ബ്രീത്തിങ് ആരംഭിക്കും. ആ 10 സെക്കൻഡിനുള്ളിൽ ഒറിജിനൽ പൊക്കിൽ കൂടി കട്ട് ചെയ്യണം. ഇസ് ഇറ്റ് പോസിബിൾ? എന്താ, ഭയം തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങയുടെ വാക്ക് കേട്ടപ്പോ ഒന്ന് സംശയിച്ചു. ഈ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ ഫസ്റ്റ് കാരിയർ ബോധവാനാണ്. അയാൾക്ക് വേണ്ടുന്ന ആത്മവിശ്വാസം നമ്മൾ പകർന്നു കൊടുക്കണം. എന്തെങ്കിലും കൈപ്പിഴ പറ്റിയാൽ നാളെ നമ്മൾ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഒന്നും സംഭവിക്കില്ല രവി, നിന്റെ കഴിവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം. കഴിവ് ദൈവത്തിൻ്റെയാണ്. ഞാനും നീയും അദ്ദേഹത്തിന്റെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രം. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. 24 മണിക്കൂറിനുള്ളിൽ ആ കുഞ്ഞിനെ നശിപ്പിക്കണം. അതിന് സുധീന്ദ്രന്റെ ജീവൻ എടുത്തേ മതിയാവുമെങ്കിൽ അങ്ങനെ ഒരു തെളിവും ബാക്കി വെച്ചേക്കരുത്. ഓക്കെ? നിങ്ങൾ സുധി ആംബുലൻസിലേക്ക് കയറ്റിക്കോളൂ, ഞാൻ പുറകെ കാറിൽ വരാം. ഓക്കെ സർ. സൂക്ഷിച്ചു. കേറിക്കോളൂ.